ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫ്യൂടെക്കിൻ്റെ FT003 മിനി ഡീകോഡർ വെർഷൻ 2, അതുപോലെ തന്നെ ഡോൾബി DTS ഡീകോഡർ, അതുപോലെ ഡോൾബി പ്രോലോജിക് 2. ഈ ഒരു ബോർഡ് വെച്ചിട്ടുള്ള ഒരു 5.1 ആംപ്ലിഫയർ ആണ്. ഈ ഇരിക്കുന്ന ആംപ്ലിഫയർ ഈ ഒരു ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും ഡോൾബി DTS. ഈ രണ്ട് ഫയലാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഡോൾബി ട്രൂ HD, ഡോൾബി ഡിജിറ്റൽ പ്ലസ്, അതുപോലെ DTS HD മാസ്റ്റർ ഓഡിയോ അങ്ങനെയുള്ള ഫയലുകളൊന്നും ഈ ഒരു ബോർഡിൽ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോർഡ് ഇങ്ങനെ ലോക്കലായിട്ട് ഇറങ്ങിയിട്ടുമില്ല. അത് ഡനോൺ പോലത്തെ നല്ല ആംപ്ലിഫയറുകളിലെ വർക്കാവുള്ളൂ. ഡനോണ്, അതുപോലെ പൈനിയർ പോലത്തെ AV റിസീവറുകളിലാണ് ഈ DTS HD മാസ്റ്റർ ഓഡിയോ, ഡോൾബി അഡ്മോസ്, അതുപോലെ ഡോൾബി ട്രൂ HD അതൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നല്ല AV റിസീവർ വേണം. ഈ പറഞ്ഞ പൈനിയർ, ഡനോണൊക്കെ പോലത്തെ AV റിസീവറിലെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇതിൽ ഡോൾബി DTS നമുക്ക് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ പ്രോലോജിക് 2 സപ്പോർട്ട് ചെയ്യും ഈ ഒരു ഡീകോഡറിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള. അതുപോലെ തന്നെ നമ്മൾ USB മൊഡ്യൂളിൻ്റെ ഔട്ട് ഇതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള MP3, അതായത് 320 kbps വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള MP3 ഒക്കെ ഇതിലിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു 5.1 മോഡലിൽ നമുക്ക് ആ സെൻറ്ററിൽ ഓക്കൽ വരും. അതുപോലെ തന്നെ നല്ല മ്യൂസിക്കൊക്കെ സറൗണ്ടിൽ പോയിട്ടുള്ള ആ ഒരു മോഡലിൽ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യും. അതായത് ഇതിൻ്റെ പ്രോലോജിക്ക് അത്രയും ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഉണ്ട്, ഓഡിയോ പ്രോസസ്സിങ്ങും ഈ ഒരു ബോർഡിൽ. ഇതിൽ വരുന്ന ഇൻപുട്ട് HDMI ARC ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒപ്റ്റിക്കൽ ഇൻപുട്ട് വരുന്നുണ്ട്, അതുപോലെ കോആക്സിൽ ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ USB മൊഡ്യൂൾ കൊടുക്കാനുള്ള ഒരു ഇൻപുട്ടും ഈ ഒരു ബോർഡിൽ വരുന്നുണ്ട്. നമ്മൾ ഈ ഫ്യൂടെക്കിൻ്റെ ഈ ഒരു ബോർഡിൽ വരുന്നുണ്ട്. നമുക്ക് ഡോൾബി 5.1 നമുക്ക് ഇതിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ TV, അതായത് LED TV നമുക്ക് ഡോൾബി ആയിരിക്കണം, അതായത് ഡോൾബി വേണം. അതുപോലെ തന്നെ ഡോൾബി സിനിമയും നമ്മൾ ഇട്ടാലേ വർക്കാവുള്ളൂ. അതായത് TV നമ്മൾ ഡോൾബി സിനിമ ഇട്ടാലേ, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഒപ്റ്റിക്കലോ അല്ലെങ്കിൽ കോആക്സിലോ അല്ലെങ്കിൽ HDMI ARC കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു വർക്കിംഗ് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ സാധാ ഒരു സ്റ്റീരിയോ ഫയൽ ഇട്ടാലൊന്നും കിട്ടില്ല. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ EAC3 ഫയൽ ഇതിൽ വർക്കാവില്ല. അതായത് ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഇതിൽ വർക്കാവില്ല. അതുപോലെ തന്നെ ഡോൾബി ട്രൂ HD വർക്കാവില്ല. അതുപോലുള്ള ഫയലുകളൊന്നും, വലിയ ഫയലുകളൊന്നും ഈ ഒരു ഇതിൽ നമുക്ക് ഓഡിയോ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ബോർഡിനെ കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് ചിലർക്ക് അറിയില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഇന്ന ഫയലേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ളത്, ഡോൾബി DTS സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് ഞാൻ പറയാനുള്ള കാരണം ഇത് ചിലർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.